ഉൾപ്പെടുന്നത് APIയുടെ. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഒരു PPT ഉണ്ട്. കാണുന്നുണ്ടോ ഡോക്ടർ സ്ക്രീൻ ഇപ്പോ? കാണുന്നുണ്ട് ഡോക്ടറെ. ഓക്കെ, വിസിബിൾ ആണല്ലോ അല്ലെ? അതെ അതെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെയാണ്, ക്ഷമിക്കണം, കാണുന്നുണ്ടോ ഡോക്ടറെ? ഡോക്ടറെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മളുടെ ഈ പ്രസന്റേഷനിലേക്ക് കടക്കാം. ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ ആണ്. അത് ആയുർവേദത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞു പോകുന്നത്. പ്രസന്റേഷൻസ് ഇംഗ്ലീഷിലാണ്, പക്ഷെ ഞാൻ അത് മലയാളത്തിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ കവർ ചെയ്യുന്നത്. ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ഹെയർ കെയർ എങ്ങനെയാണ്, സ്കിൻ കെയർ എങ്ങനെയാണ്, അതിന് വരുന്ന പ്രോബ്ലംസും സൊല്യൂഷൻസും ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അപ്പോൾ ഹെയർ കെയറിലേക്ക് നമുക്ക് ആദ്യമായിട്ട് കടക്കാം. എന്താണ് ഹെൽത്ത് എന്ന്, അതായത് ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ എങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാല്, സമദോഷ സമാഗ്നിശ്ച സമധാതു മലാക്രിയ പ്രസന്ന ആത്മ ഇന്ദ്രിയ മനഃ സ്വസ്ഥ ഇത്യഭിധീയത എന്നാണ് ആയുർവേദത്തില് ആചാര്യന്മാര് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ആയുർവേദത്തില് 3 ദോഷങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വാദം, പിത്തം, കഫം എന്നതിന് പേര് കൊടുത്തിരിക്കുന്നു. ആ ദോഷങ്ങള് സമമായ അവസ്ഥയിലായിരിക്കുക. സമ അഗ്നിശ്ച, നമ്മുടെ അഗ്നി, അതല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഫയർ, ഡൈജഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് സമമായിരിക്കുക. സമധാതു, മലങ്ങളും അതുപോലെ തന്നെ ധാതുക്കളും സമമായിട്ടിരിക്കുക. പ്രസന്ന ആത്മ ഇന്ദ്രിയ മനഃ, ആത്മാവിന്റെയും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും പ്രസന്നമായിട്ടുള്ള അവസ്ഥ. ഇങ്ങനെ ഇതെല്ലാം കൂടി ഒരു മനുഷ്യനിൽ എപ്പോഴാണോ വരുന്നത്, അപ്പോഴാണ് ആ ഒരു മനുഷ്യൻ സ്വസ്ഥനാണ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ടീനേജേഴ്സിനോട് അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചാല് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആണോ വേണ്ടത്, അതായത് അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ഹെയർ ആണോ, ഷൈനിങ് ആയിട്ടുള്ള ഭംഗിയുള്ള ഹെയർ ആണോ വേണ്ടതെന്ന് ചോദിച്ചാല് കൂടുതൽ കുട്ടികളും പറയാൻ എന്തായിരിക്കും, ലോങ് ആയിട്ടുള്ള ഹെയർ അല്ലെങ്കിൽ ഷൈനിങ് ആയിട്ടുള്ള ഹെയർ, ഭംഗിയുള്ള ഹെയർ വേണം എന്നായിരിക്കും. നമുക്ക് വേണ്ടത് എന്താ, ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ആണ് വേണ്ടത്. നമ്മളുടെ ഓരോരുത്തരുടെയും ഹെയർ എന്ന് പറയുന്നത് നമ്മളുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. ആയുർവേദത്തിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മളുടെ ഫിംഗർ പ്രിന്റ് പോലെ പറയാം. അതായത് നമ്മള് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നത് നിമിഷം മുതല് ഓരോ പ്രകൃതി നമുക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെയാണ്. അതായത് ഒരാൾക്ക് ഉണ്ടാകുന്ന പ്രകൃതി അയാളുടേതാണ്. അത് ഈ ദോഷമാണ് പ്രകൃതിനെ ഡിവിഷൻസ്, അതിന്റെ എന്താ പറയാ കോമ്പിനേഷൻസ് ഒക്കെ വഴിയാണ് അത് വരുന്നത്. അപ്പോ ഒരു മനുഷ്യൻ ഏത് പ്രകൃതിയിലാണോ അതിനനുസരിച്ചിട്ടാണ് അവരുടെ സ്കിൻ ആയിക്കോട്ടെ, അവരുടെ ഹെയർ ആയിക്കോട്ടെ, അവരുടെ സ്വഭാവങ്ങളായിക്കോട്ടെ, അവർക്കുണ്ടാവുന്ന ഡിസീസുകള്, അവരുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കണം, അവരുടെ ആകൃതി എങ്ങനെയായിരിക്കണം എന്നൊക്കെ വരുന്നത് ഈ പ്രകൃതി എന്നുള്ള കൺസെപ്റ്റിലാണ്, പ്രകൃതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ ഉള്ള ഒരു ഹെയർ എന്ന് പറയുന്നത് അത് നമ്മൾക്ക് ആ ഒരു ഇപ്പൊ വേവി ആയിട്ട് ഹെയർ ഉള്ളവർക്ക് അല്ലെങ്കിൽ ചുരുളൻ മുടിയുള്ളവർക്ക് അതൊക്കെ ഇപ്പോ നമുക്ക് മറ്റു പല മാർഗങ്ങളിലൂടെ മാറ്റാൻ, അതിന്റെ സ്വതസിദ്ധമായിട്ടുള്ള അതിന്റെ രൂപത്തെ മാറ്റാൻ മാർഗങ്ങൾ ഉണ്ടെങ്കിലും എങ്ങനെയാണോ നമ്മൾ ജനിക്കുമ്പോൾ ഉള്ളത് അതാണ് നമ്മളുടെ ആ ഹെയർ. അതിനെ ഇങ്ങനെ ഹെൽത്തി ആക്കി വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് നമ്മൾ നോക്കുക. എന്തൊക്കെയാണ് ഹെയർ ഇഷ്യൂസ്? ഞാനിവിടെ ഹെയർ ഇഷ്യൂസ് പ്രത്യേകിച്ച് ഇതിൽ വെറുതെ നമ്പർ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് എണ്ണി ഓരോന്നായിട്ട് പറയാം. നമുക്കറിയാം, നമുക്ക് തന്നെ ഫേസ് ചെയ്യുന്ന ഹെയർ ഇഷ്യൂസിൽ മെയിൻ ആയിട്ടുള്ളതാണ് ഒന്ന് ഹെയർ ലോസ്, മുടി അമിതമായിട്ട് കൊഴിഞ്ഞു പോവുക, ഹെയർ പൊട്ടിപ്പോകുന്നത്, മുടിയുടെ അറ്റം പിളരുന്നത് അല്ലെങ്കിൽ മുടി ഇടയിൽ നിന്നും പൊട്ടിപ്പോകുന്നത്, ഡാൻഡ്രഫ്, ഇത് വളരെ ഒരു പ്രശ്നമാണ്. അതുപോലെ ഓവർ ആയിട്ട് ഓയിലി സെക്രീഷൻസ് മുടിയിൽ വരുന്നത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആയിട്ട് മാറുന്നത്, അതുപോലെ മുടിയിൽ കുരുക്കൾ വരുന്നത്, അതൊക്കെ ഹെയർ ഇഷ്യൂസിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളത് എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ?
കുറെ കാരണങ്ങൾ ശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജനറലി ഒരു ദിവസം നമുക്കൊരു 50 മുതൽ 100 വരെയുള്ള ഹെയർ നമ്മൾക്ക് ജനറലി ലോസ് ആവാം. അതൊരു നോർമൽ ആയിട്ടുള്ള പ്രക്രിയയാണ്. അതിലും കൂടുതൽ നമ്മളുടെ ഹെയർ ലോസ് ആവുമ്പോഴാണ് അതൊരു ഡിസീസ്ഡ് കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിന് കുറച്ചും കൂടി കെയർ കൊടുക്കേണ്ട ഒരു ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ കോസസ് എന്ന് പറയുന്നത് ഹോർമോണൽ കോസസ് ആവാം, സർജിക്കൽ കോസസ്, അതായത് ഒരു വലിയ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് പലർക്കും ഈ ഹെയർ ലോസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. കെമിക്കൽ മെഡിസിൻസ് ആയിട്ടുള്ള പല മെഡിസിൻസിന്റെ ഉപയോഗങ്ങൾ കൊണ്ട്, സ്റ്റിറോയിഡ്സിന്റെ ഉപയോഗങ്ങൾ കൊണ്ട് ഉണ്ടാവാം. പല ഡിസീസിന്റെയും ലക്ഷണമായിട്ടും ഹെയർ ലോസ് വരാറുണ്ട്. മെക്കാനിക്കൽ ആയിട്ടുള്ള കുറെ കോസുകൾ ഉണ്ട്. അതായത് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള കോമ്പ്, ചീർപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യുക, നമ്മള് ഭയങ്കര ഫ്രിസി ആയിട്ട് ഹെയർ, ഒരു കെയറും ഇല്ലാതെ നമ്മള് ഹെയർ നോക്കുക, അങ്ങനെ മെക്കാനിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളെ കൊണ്ടും ഹെയറിന് കുറെ ഇഷ്യൂസ് ഉണ്ടാവാം. ഡയറ്റ് റിലേറ്റഡ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാം. ഹെറിഡിറ്ററി ആയിട്ട് കുറെ കാരണങ്ങള് ഹെയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാം. മെന്റൽ കോസ്, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വൺ ഓഫ് ദ റീസൺ ഇതാണ്, ഹെയർ ലോസിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മെന്റൽ കോസ് ആണ്. സ്ട്രെസ് ഇല്ലാത്തവരോ ആൻസൈറ്റി ഇല്ലാത്തവരോ ആരുമില്ല. അതൊരു നമ്മൾ പരിധി വിട്ട് അത് നമ്മളെ എഫക്ട് ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിനെയും കൂടി, നമ്മളുടെ ഹെയറിന്റെയും സ്കിന്നിന്റെയും ഹെൽത്തിനെയും കൂടി അത് വളരെ മോശമായിട്ട് അത് ബാധിക്കാനിടയുണ്ട്. അപ്പോ മാനേജ്മെന്റ് ഓഫ് നമ്മളുടെ ഈ ഹെയർ പ്രോബ്ലംസിനെ എങ്ങനെയാണ് ആയുർവേദം വഴി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്നാണ് പറയുന്നത്. അതിനൊരു കീ ആണ് മെസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഓർമ്മിച്ച് വെക്കുക. മെസ് എന്ന് പറഞ്ഞാല് അതായത് ഒന്ന് മൈൻഡ്, ദെൻ ഈറ്റിംഗ്, സ്കാൽപ്പ്, അതായത് നമ്മളുടെ തലയോട്ടി, സ്ലീപ്പ്. ഈ ഒരു മെസ് പ്രോപ്പർ ആയാൽ തന്നെ നമ്മളുടെ ഹെയർ നമുക്ക് നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഓരോന്ന് എന്താണെന്ന് വഴിയെ നോക്കാം. അപ്പൊ എന്താണ് മെസ്? മെസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മൈൻഡ് അത് വരുന്നുണ്ട്, ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് അതിൽ വരുന്നുണ്ട്. അതിന് നമുക്ക് എന്തൊക്കെയാണ് ഡെയിലി പ്രാക്ടീസുകൾ ചെയ്യാൻ പറ്റുന്നത്, ഹോം റെമഡീസ് എന്തൊക്കെ നമുക്ക് ചെയ്യാം, അതുപോലെ ഹെർബ്സ് ഫോർമുലേഷൻസ് എന്തൊക്കെയാണുള്ളത്, തെറാപ്പീസ് എന്തൊക്കെയാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ ഫുഡും ഡ്രിങ്ക്സും നമുക്കറിയാം, നമുക്ക് എല്ലാവരും എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം എന്നാണ് പറയാം. അതായത് കറക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസും ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെയുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ഉൾപ്പെടുത്താം, നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്താം. ആ ബാലൻസ്ഡ് ഡയറ്റ് തന്നെയാണ് നമ്മളുടെ സ്കിൻ കെയറിനും അതുപോലെ തന്നെ ഹെയർ കെയറിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാരണം ഹെയറിന്റെ കെയർ ആയിക്കോട്ടെ, ഹെയർ ഗ്രോത്തിനായിക്കോട്ടെ, സ്കിന്നിന്റെ ഗ്ലോയ്ക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കെയറിനായിക്കോട്ടെ, നമുക്ക് ഒരുപാട് ന്യൂട്രിയൻസും കാര്യങ്ങളും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഇന്നും എടുക്കുന്ന ഫുഡിലൂടെയാണ്. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ്, അത് വെജിറ്റേറിയൻ ആയിക്കോട്ടെ നോൺ വെജിറ്റേറിയൻ ആയിക്കോട്ടെ, അത് നമുക്ക് നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്താം. ഇലക്കറികൾ ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, നട്ട്സ്, നമുക്ക് നമ്മളുടെ ഒരുപാട് വിലയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ, അല്ലെങ്കിൽ വിലയുള്ള ഫുഡ് ഉൾപ്പെടുത്താനല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ തൊടിയിൽ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നത് ഏത് സാഹചര്യത്തിലാണോ അതിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള, പ്രകൃതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഫുഡ് നമ്മൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാം. അതാണ് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വെള്ളം ആണെങ്കിലും നന്നായിട്ട് വെള്ളം കുടിക്കുക, ഒരു 2 to 3 liters വരെ വെള്ളം, ഫ്ലൂയിഡ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക എന്നുള്ളതും അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത്? നമുക്കറിയാം, ഇപ്പൊ പിക്ചറിൽ കാണിച്ചതുപോലെ തന്നെ കാർബണേറ്റഡ് ആയിട്ടുള്ള ജ്യൂസുകൾ, കോള, പെപ്സി അങ്ങനെയുള്ള കാർബണേറ്റഡ് ആയിട്ടുള്ള ജ്യൂസുകൾ കഴിക്കുന്നത് വഴി നമ്മുടെ ഡൈജഷൻ വളരെ മോശമാവുകയും അതുവഴി നമുക്ക് വേണ്ട ന്യൂട്രിയൻസും കാര്യങ്ങളും ഒന്നും നമുക്ക് കിട്ടില്ല ശരിയായിട്ട്. അത് നമ്മളുടെ ഹെൽത്തിനെയും അതുപോലെ ഹെയറിനെയും സ്കിന്നിനെയും ഒരുപാട് മോശമായിട്ട് അത് ബാധിക്കും. അതുപോലെ ഒരുപാട് ബേക്കറി ഐറ്റംസ്, ബേക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒക്കെ കഴിക്കുന്നത്, ജങ്ക് ആയിട്ടുള്ള ജങ്ക് ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡുകളൊക്കെ നമ്മളുടെ ഹെൽത്തിനെയും അത് ഹെയറിനെയും സ്കിന്നിന്റെയും ഹെൽത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഹെയർ വാഷിങ്ങിന്, കുളിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ കാര്യം. സോൾട്ടി ആയിട്ട് കണ്ടന്റ് കൂടുതലുള്ള വെള്ളമൊക്കെ കുളിക്കാനായിട്ട് ഉപയോഗിച്ചാൽ അതും ഒരു ഹെയർ ലോസിന് കാരണമായിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഡെയിലി പ്രാക്ടീസിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ?
അതായത് ഒന്നാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്നുള്ളത് ദാറ്റ് ഈസ് അപ്ലൈ ഓയിൽ അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നത്. നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് റെഗുലർലി ഓയിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം. അത് കണ്ടീഷൻസ് ഉണ്ട്. അതായത് എന്ത് ഓയിൽ അപ്ലൈ ചെയ്യണം ഓരോരുത്തർക്കും, അതുപോലെ തന്നെ എന്ത് കണ്ടീഷനിൽ അപ്ലൈ ചെയ്യണം. ചില ആളുകൾക്ക് ഓയിൽ അപ്ലൈ ചെയ്താൽ നീരിറക്കം അല്ലെങ്കിൽ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവര് ഒരു ഡോക്ടറിന്റെ, ഒരു ആയുർവേദ ഫിസിഷ്യന്റെ കൺസൾട്ടേഷൻ എടുത്തിട്ട് അവർക്ക് പറ്റിയ ഓയിൽ ഏതാണ്, തലയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഹെയർ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഓയിൽ ഏതാണെന്ന് ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ട് വേണം നമ്മൾ അത് യൂസ് ചെയ്യാനായിട്ട്. സ്ഥിരമായിട്ട് ഓയിൽ യൂസ് ചെയ്യുന്നവരും ഒരു ആയുർവേദ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ എടുത്ത് അവർക്ക് പറ്റുന്ന ഹെയർ ഓയിൽ ഏതാണെന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഹെയർ വാഷ് ചെയ്യാനായിട്ട്, കഴുകാനായിട്ട് നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാം. അതിലൊന്നാണ് നമ്മളുടെ ചെമ്പരത്തിയുടെ താളി. നമ്മള് പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്, താളിയൊക്കെ ഇട്ട് നമ്മള് കുളിക്കാറുള്ളത്, തല കഴുകാറുള്ളതൊക്കെ. അതുപോലെ ചെറുപയറിന്റെ പൊടി, അതുപോലെ സോപ്പ് നട്ടിന്റെ പതപ്പിച്ചിട്ട് അത് വെച്ച് കഴുകുന്നത്, അതൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ സോപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലെൻസിങ്ങിന് വേണ്ടി തന്നിട്ടുള്ള ഉപാധികളാണ്. അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിൽ യാതൊരു വിധത്തിലുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടില്ല. അപ്പൊ അതൊക്കെ തന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഹെയറിന് യാതൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇന്നത്തെ ഈ ഒരു ബിസി ലൈഫില് അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്ന് നമുക്ക് എല്ലാവരോടും അത് പറയാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്താൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ തന്നെ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു മാർഗം. അതുപോലെ ഹെയർ ഡ്രൈ ചെയ്യാനായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ടവലുകൾ യൂസ് ചെയ്യാം. പലരും കണ്ടിട്ടുണ്ട് മുടി ഉണക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഡ്രയർ ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നത് ആ ഹീറ്റ് നമ്മളുടെ തലയോട്ടിയിലെ ഹെയറിന്റെ ലോസ് ഉണ്ടാക്കാനായിട്ട് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഹീറ്റ് കൊടുക്കുന്നത്, നമുക്ക് ഒരു എമർജൻസി വന്നു, നമുക്ക് മുടി ഉണക്കിയിട്ട് തന്നെ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഒരു എമർജൻസി കണ്ടീഷനിൽ ഉപയോഗിക്കാം എന്നല്ലാതെ എന്നും അതൊരു ശീലമാക്കുന്നത് ഹെയർ ലോസിന് അതൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പം ഹെയർ നമുക്ക് തോർത്താനായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ടവൽസ് യൂസ് ചെയ്യാം, നാച്ചുറൽ ആയിട്ടുള്ള ഡ്രൈയിങ് മെത്തേഡ്സ് ഫോളോ ചെയ്യും. അതുപോലെ മറ്റൊരു നമുക്ക് ഇതും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് മെഡിറ്റേഷനും പ്രാണായാമവും. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മെന്റൽ ആൻസൈറ്റി അതുപോലെ സ്ട്രെസ് മൂലമൊക്കെ ഉണ്ടാവുന്ന ഹെയർ ലോസിനെ കുറയ്ക്കാനായിട്ട്, അതിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ. പ്രാണായാമവും നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ കൂട്ടാനും അതുപോലെ തന്നെ സ്കിന്നിന്റെ ഹെൽത്തി കൂട്ടാനുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രാണായാമത്തിലൂടെ നമുക്ക് നല്ല പ്രാണായാമങ്ങൾ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഓക്സിജൻ ലെവല് നമുക്ക് കൂട്ടാൻ പറ്റും. അതുവഴി നമുക്ക് നമ്മുടെ എല്ലാ ഭാഗത്തേക്കും നല്ല ഓക്സിജൻ സപ്ലൈ ഒക്കെ കിട്ടി അത് കുറച്ചും കൂടി നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ മെഡിറ്റേഷനും പ്രാണായാമവും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു ഡെയിലി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് ഡെയിലി പ്രാക്ടീസിൽ. ഒന്നാമത്തേതാണ് സോപ്പ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനാണ്. സോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളതാണ്. നമ്മൾ സ്കാൽപ്പിൽ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ഡ്രൈനെസ് ഉണ്ടാക്കും. അപ്പൊ അത് ഒഴിവാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ചൂടുവെള്ളം ഡയറക്റ്റ് തലയിലേക്ക് ഒഴിക്കുന്നത് നമ്മളുടെ ഹെയറിലും അതുപോലെ തന്നെ നമ്മളുടെ കണ്ണിനും ദോഷം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ചൂടായിട്ടുള്ള കാര്യങ്ങള്, ചൂടായിട്ടുള്ള വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ പലപ്പോഴും കണ്ടിട്ടുണ്ട് എണ്ണയൊക്കെ തലയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണയൊക്കെ ഡയറക്റ്റ് ചൂടാക്കിയിട്ട് ആ ചൂടോടുകൂടി തലയിൽ തേക്കുക എന്നൊക്കെ ഉള്ളത്, അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ ഷാമ്പു ആണെങ്കിലും കണ്ടീഷണർ ഒക്കെ ആണെങ്കിലും വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യാം. അത്രയും ഓയിലി ഇത് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഷാമ്പു കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നതിന്റെ കാര്യം. പരമാവധി കെമിക്കൽ പ്രൊഡക്റ്റുകൾ പരമാവധി ഹെയറിൽ യൂസ് ചെയ്യുന്നത്, കളറിങ് പോലെയുള്ളത് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഇപ്പൊ ഇന്നത്തെ കാലത്ത് അത് യൂസ് ചെയ്യരുതെന്ന് തീരെ നമുക്ക് പറയാൻ പറ്റില്ല. യൂസ് ചെയ്യുകയാണെങ്കിലും അതിനൊരു ലിമിറ്റേഷൻസ് വെച്ചിട്ട് ഇത്ര നാളുകൾക്കുള്ളിൽ മാത്രം യൂസ് ചെയ്യുക, അങ്ങനെ ഒരു ഇത് വെക്കുക. അത് എന്നിട്ട് യൂസ് ചെയ്യാം.
അതുപോലെയാണ് സ്ട്രെസ്സും മെന്റൽ ടെൻഷനും ഒക്കെ ഒഴിവാക്കുക എന്ന് പറയുന്നത്. ഒഴിവാക്കുക എന്ന് പറയുന്നതിനേക്കാൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല, അതിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അതിന് റെമഡി ആയിട്ടുള്ള കാര്യങ്ങൾ, മെഡിറ്റേഷൻ, പ്രാണായാമം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്. അതുപോലെ ഷാർപ്പായിട്ടുള്ള, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള, ഷാർപ്പായിട്ടുള്ള ഹെയർ ബ്രഷുകൾ അല്ലെങ്കിൽ കോംബൊക്കെ യൂസ് ചെയ്യുന്നത് വഴി ഹെയർ ലോസ് ഉണ്ടാക്കാനായിട്ട് കാരണമുണ്ടാവും. അതുപോലെ തന്നെ ലേറ്റ് നൈറ്റ് ആയിട്ട് പോകുന്നത്, ഉറങ്ങാൻ കിടക്കുന്നത്, ഉറക്കം ശരിയല്ലാത്തത് ഒക്കെ നമ്മളുടെ ഹെയറിന്റെ ഹെൽത്തിന് ഒരുപാട് ദോഷമായിട്ട് വരുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഹോം റെമഡീസ് എന്ന് പറയുമ്പോൾ. നമുക്കറിയാം നമ്മുടെ കോവിഡിനൊക്കെ ശേഷം ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്കിപ്പോൾ ഒരുപാട് അറിവുകളാണ് കിട്ടുന്നത്, നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, ഒരുപാട് ഹോം റെമഡീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അവൈലബിൾ ആവുന്നുണ്ട്. ആദ്യം തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പറയുന്ന ഹോം റെമഡീസ് അത് നമുക്ക് യോജിക്കുന്നതാണോ, അത് സേഫ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഹെർബൽ എന്ന് പറഞ്ഞിട്ട് ആയുർവേദ എന്ന് അല്ലെങ്കിൽ ഹെർബൽ എന്ന് പറയുന്നതെല്ലാം ആയുർവേദ അല്ല. അതാണ് ആദ്യം തന്നെ ശ്രദ്ധിക്കാനുള്ളത്. ഒരാൾക്ക് ഉപയോഗിച്ച് ഒരു ഫലം കിട്ടി എന്ന് വിചാരിച്ച് അത് എനിക്ക് യൂസ് ചെയ്താൽ എനിക്ക് അത് ഫലം കിട്ടണം എന്നില്ല. ഫലത്തിന് പകരം ചിലപ്പോൾ അത് എനിക്കൊരു നെഗറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എനിക്കൊരു പൊട്ടയായിട്ടായിരിക്കും സംഭവിക്കുക. അപ്പൊ അത് കാരണം അങ്ങനെയുള്ള കാര്യങ്ങള്, അങ്ങനെ ഹോം റെമഡീസ്, അതുപോലെ തന്നെ ഹെർബൽ ആയിട്ടുള്ള ഫോർമുലേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ആയുർവേദ ഫിസിഷ്യന്റെ അടുത്ത് പോയിട്ട് ഒരു കൺസൾട്ടേഷൻ ചോദിച്ച് അവരുടെയും കൂടി അഭിപ്രായം എടുത്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ആയുർവേദ മരുന്നുകൾ യൂസ് ചെയ്ത് കിഡ്നി, ലിവർ ഒക്കെ പ്രശ്നങ്ങളാവുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകള് പ്രൊപ്പഗാൻഡ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാല്, നമ്മള് ആയുർവേദമാണ് അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ കരുതിയിട്ട് കയ്യിൽ കിട്ടുന്നത് എന്തും ഉപയോഗിക്കുക ആയുർവേദം എന്നുള്ള പേരില്. ഒരുപാട് ആളുകളൊക്കെ എനിക്കറിയാം അരിഷ്ടങ്ങളൊക്കെ തന്നെ വാങ്ങിച്ചു കഴിക്കുക, അതും വർഷങ്ങളോളം. ഞാൻ ക്ലിനിക്കില് ഒക്കെ സമയത്ത് 10 വർഷമൊക്കെ അരിഷ്ടം സ്ഥിരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന, പണ്ട് എപ്പോഴോ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ ഒരു ഡോക്ടർ അരിഷ്ടം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അരിഷ്ടവും ആൽക്കഹോളൊക്കെ നിങ്ങൾക്കറിയാം, സെൽഫ് ജനറേറ്റഡ് ആയിട്ടുള്ള ആൽക്കഹോളാണ്, മെഡിക്കേറ്റഡ് ആണ്. എങ്കിൽ പോലും ഓരോ ആയുർവേദ മരുന്നും ഉപയോഗിക്കേണ്ട ഒരു നിശ്ചിത സമയമുണ്ട്. അപ്പൊ ആ ഒരു സമയത്തിനപ്പുറത്തേക്ക് നമ്മൾ ഒരു കൺസൾട്ടേഷൻ ഒന്നും എടുക്കാണ്ട് ഉപയോഗിക്കുമ്പോഴാണ് അത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തില് ഒരു ന്യൂസ് കണ്ടിരുന്നു, കോസ്മെറ്റിക്സിന്റെ ഉപയോഗം കാരണം ഇപ്പോൾ വൃക്കരോഗികളുടെയും അതുപോലെ തന്നെ ലിവർ ഡിസീസുകളൊക്കെ ഉള്ളവരുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന്. വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണത്. നമുക്കറിയാം, നമ്മളുടെ ബോഡിയിൽ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന കെമിക്കൽസ് എല്ലാം, കോസ്മെറ്റിക്സ്, അത് ഹെർബൽ ആയിക്കോട്ടെ കെമിക്കൽ ആയിട്ടുള്ള എല്ലാതും ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ ഒരുപാട് പാർട്ടിക്കിൾസ് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. അത് ഡയറക്റ്റ് നമ്മുടെ കാപ്പിലറീസ് വഴിയൊക്കെ പോകുന്നത് ബ്ലഡിലേക്കാണ്. അങ്ങനെയാണ് അത് പോയി നമ്മളുടെ കരളിനെയും അതുപോലെ തന്നെ വൃക്കേനെയും ഒക്കെ ഡാമേജിലാക്കുന്നത്. അതുകൊണ്ട് ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരുന്ന ഹോം റെമഡീസ് എന്നും ഹെർബൽ എന്നും ആയുർവേദം എന്നൊക്കെ പറഞ്ഞു വരുന്ന കാര്യങ്ങള് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു 2 വട്ടം ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓൾ ഹോം റെമഡീസ് ആർ നോട്ട് ആയുർവേദ അല്ല, ആൻഡ് ആർ നോട്ട് സേഫ്. അത് എന്തായാലും മനസ്സിൽ വെച്ചിരിക്കാം. ഇനി നമുക്ക് ഹെർബൽ ഫോർമുലേഷൻസ് അല്ലെങ്കിൽ പ്രകൃതിയിൽ തന്നെ കുറെ മെഡിസിൻസ് പറഞ്ഞിട്ടുണ്ട്. കേശ്യം എന്നാണ് ആയുർവേദത്തിലെ കേശത്തിന്റെ, അതായത് ഹെയറിന് കെയറിന് വേണ്ടി പ്രകൃതിയിൽ നിന്ന് തന്നെ തന്നിട്ടുള്ള ഒരുപാട് ഡ്രഗ്സ് ആണ്. കേശ്യം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് അതിൽ പെടുത്തിയിരിക്കുന്നത്. അല്ല, ആദ്യത്തെ നിങ്ങൾക്ക് ആദ്യത്തെ നമ്മളുടെ ഭൃംഗരാജ, കയ്യോന്നി എന്നാണ് പറയുക, സംസ്കൃതിലെ ഭൃംഗരാജ എന്ന് പറയും. എക്ലിപ്റ്റ ആൽബ എന്നാണ് അതിന്റെ ബോട്ടാണിക്കൽ നെയിം വരുന്നത്.
അതിന് കേശരഞ്ജനം, നമ്മളുടെ കേശമായിട്ടും കേശരഞ്ജനായിട്ടും, അതായത് ഹെയറിന്റെ ഗ്രോത്തിനും ഹെയറിന് കളർ കൊടുക്കുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആക്റ്റീവ് കോമ്പൗണ്ട്സ് നമ്മളുടെ ഈ കയ്യൂന്നിയിലുണ്ട്. അത് തന്നെയാണ് അതിൽ ആക്ട് ചെയ്യുന്നത്. നമ്മുടെ കഞ്ഞുണ്ണിയാദി വെളിച്ചെണ്ണയൊക്കെ ഈ ആയിട്ട് ചേർത്തുണ്ടാക്കുന്ന മരുന്നുകളാണ്. അതുപോലെ നെല്ലിക്ക, വൈറ്റമിൻ സി എല്ലാവർക്കും അറിയാം, വൈറ്റമിൻ സിയുടെ കലവറയാണ് നെല്ലിക്ക. നെല്ലിക്ക ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉള്ളതാണ്. ആന്റി ഓക്സിഡൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം അത് കൂടുതലും ഇഫക്റ്റ് നമുക്ക് സ്കിൻ കെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുമ്പോൾ ആന്റി ഓക്സിഡൻസിന് അത്രയും പ്രാധാന്യമുണ്ട്. നമ്മളുടെ ഓരോ സെല്ലിലും മെറ്റബോളിസം നടക്കുന്നുണ്ട്. ആ മെറ്റബോളിസം നടന്നു കഴിയുമ്പോൾ വേസ്റ്റുകൾ ഉണ്ടാവും. ആ വേസ്റ്റുകൾ ഫ്രീ റാഡിക്കൽസ് ഫോമിലായിട്ട് ഉണ്ടാവുന്ന വേസ്റ്റുകളുണ്ട്. അങ്ങനെ ഫ്രീ റാഡിക്കൽസ് കൂടുമ്പോൾ അത് നമ്മളുടെ ഏജിങ്ങിന് കാരണമാവുന്നുണ്ട്. അതിനെ ആ ഓക്സിഡേഷനെ അറസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ത്വരിതഗതിയെ ഒന്ന് മന്ദഗതിയിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അത് ഒരുപാട് നമ്മളുടെ എല്ലാ മെഡിസിനൽ പ്രൊഡക്റ്റുകളിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്നത് നെല്ലിക്കയിലാണ്. അപ്പൊ നെല്ലിക്ക നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അടുത്തത് നമ്മളുടെ മുരിങ്ങയിലയാണ്. അത് അയോൺ കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ അത് കേശ്യം, അതിന് ഉള്ളിലേക്ക് കഴിക്കുന്നത് വഴി നമ്മൾക്ക് ഹെയർ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഈ മുരിങ്ങയുടെ ഇലയിലുണ്ട്. ഇത് നമുക്കറിയാം ബ്രഹ്മിക്കും കേശ്യം എന്നുള്ള ഒരു ഗ്രൂപ്പില് കേശ്യം എന്നുള്ള പ്രോപ്പർട്ടി ബ്രഹ്മിക്കും കാണിക്കുന്നുണ്ട്. ബ്രഹ്മിയും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് മൂലം അത് നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം അലോവേറ, അതായത് കറ്റാർവാഴയും നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ചെമ്പരത്തി. ഇനി ഇത് കുറച്ച് കോമൺ ആയിട്ടുള്ള ഹെയറിലും നമ്മളുടെ തലയോട്ടിയിലും ഒക്കെ ഉണ്ടാകുന്ന കുറച്ച് ഡിസീസുകളാണ്. ആൻഡ്രോജനറ്റിക് അലോപേഷ്യ, ടിലോജൻ എഫ്ലൂവിയം, അലോപേഷ്യ ഏരിയേറ്റ, ട്രാക്ഷൻ അലോപേഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിസീസുകൾ പല പേരുകളിലായിട്ട് പറയുന്നുണ്ട്. മുടി കൊഴിഞ്ഞു പോകുന്നത് തന്നെ പലതരത്തിൽ പല റീസൺസ് കാരണം ഉണ്ടാവും. കുറെ ജനറ്റിക് റീസൺസോ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഡിസീസുകൾ കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനെസ് അല്ലെങ്കിൽ അസുഖങ്ങളോ അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ സ്ട്രെസ്, മെന്റൽ അല്ലെങ്കിൽ മെഡിക്കേഷൻസ് എടുക്കുന്നത് മൂലം ഒക്കെ നമുക്ക് ഒരുപാട് ഹെയർ ഇഷ്യൂസും അതുപോലെ സ്കാൽപ്പ് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഓരോ കണ്ടീഷനും എന്താണെന്ന് അഡ്രസ് ചെയ്തിട്ട് കറക്റ്റ് എന്താണ് അതിന്റെ റീസൺ എന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ മുടി വല്ലാതെ കൊഴിഞ്ഞു പോകുന്നു. അപ്പൊ നമുക്ക് എന്താ പറയാ, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ കിട്ടുന്ന കുറെ റെമഡീസ് ഒക്കെ ചെയ്യല്ല വേണ്ടത്. എന്താണ് അതിന്റെ കാരണം എന്ന് ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി അതിന്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ ആൻഡ്രോജനറ്റിക് അലോപേഷ്യ എന്നൊക്കെ പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് മൂലം ഉണ്ടാവുന്നതാണ്. ആ ഹോർമോണൽ ചേഞ്ചസിന് നമുക്ക് നമ്മളുടെ മെഡിസിൻസ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് വേണ്ടി വരിക. കുറെ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടൊക്കെ ഉള്ള മാറ്റങ്ങളെക്കാളും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ചെയ്യുമ്പോഴാണ് അത്തരം അസുഖങ്ങൾ നമുക്ക് മാറിക്കിട്ടുക. അപ്പോ അതിന്റെ റീസൺ എന്താണ്, അതിന്റെ കാരണം എന്ന് ആദ്യം കണ്ടുപിടിച്ചിട്ട് വേണം അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യാനായിട്ട്. അപ്പൊ ഇതില് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത്, അതായത് ഓരോ പാച്ചായിട്ട് ഓരോ ഏരിയയിൽ നിന്ന് കൂട്ടത്തോടെ മുടി പോകുന്ന ഒരു കണ്ടീഷനാണ് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്. അതിന് ഒരു ഫിസിഷ്യന്റെ കൺസൾട്ടേഷൻ അത്യാവശ്യമാണ്. കാരണം അങ്ങനെ ഒരു ഫിസിഷ്യന്റെ കൺസൾട്ടേഷൻ എടുത്താലാണ് അത് ഓട്ടോ ഇമ്മ്യൂൺ ഒരു റെസ്പോൺസ് ആണെന്നോ അതിനെന്താണ് ട്രീറ്റ്മെന്റ് വേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ഹെയർ ലോസ് ആണ്, ഒരു ഹെയർ ലോസിനും വിട്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതിന്റെ കൂടെ തന്നെ നമ്മുടെ തലയോട്ടിയും റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന് തീർച്ചയായും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഡാൻഡ്രഫ്, സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നാണ് അതിന് പറയുക. അത് ഡാൻഡ്രഫ് ഇല്ലാത്തവര്, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കാത്തവര് വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനത്തെ നമ്മുടെ സ്ട്രെസ്, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ ഒക്കെ നമ്മളുടെ ഈ ഒരു ഡാൻഡ്രഫിന് അത് കാരണമാവുന്നുണ്ട്. അതുപോലെ സ്കാൽപ്പ് സോറിയാസിസ്, സ്കാൽപ്പിൽ ഉണ്ടാകുന്ന, തലയോട്ടിയിൽ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് സോറിയാസിസ് ആണ് സ്കാൽപ്പ് സോറിയാസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ അതിനനുസരിച്ച് ചെയ്യേണ്ടതാണ്. ഫോളിക്യുലൈറ്റിസ് ഇൻഫെക്ഷൻസ് ആണ്, ഹെയറിന്റെ ഫോളിക്കിൾസിന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ആണ്. അതുപോലെ ചെറിയ ചെറിയ കുരുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്.
ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉണ്ടാവുന്നതും ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പ് വരുന്നതും, അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്ക് നമ്മളുടെ ഹെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് പറയാം. ഹെയർ ബ്രേക്കേജ്, അതുപോലെ ഹീറ്റ് കൊണ്ട് ഡാമേജ്ഡ് ആവുന്ന ഹെയർ, കളർ കൊണ്ട് ഡാമേജ്ഡ് ആവുന്ന, സ്ലോ ആയിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക, ഇതൊക്കെ പല ടൈപ്പ് ഓഫ് ഹെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആണ്. അതിന് നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും എടുത്താലാണ് അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആയിട്ട് മാറാൻ സാധിക്കുക. ഇപ്പൊ സ്ലോ ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ആണെങ്കിൽ കൂടുതലായിട്ടും മെയിൻ ആയിട്ടും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. ഹോർമോണൽ അതിനൊപ്പം ചേർന്ന് ചിലപ്പോൾ വരാം. അതുപോലെ സ്ട്രെസ് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഇതിനെ ആക്കം കൂട്ടുന്നതാണ്. നമുക്കറിയാം ആയുർവേദ എന്ന് പറയുന്നത് ഒരു 5000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആചാര്യന്മാര് എഴുതി വെച്ചിട്ടുള്ള സംഹിതകളും ഒക്കെ ആണ് ആയുർവേദത്തില്. അങ്ങനെയാണ് ഈ ഫോർമുലേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആയുർവേദത്തിൽ ഒരുപാട് പ്രൊഡക്ട്സിൽ പറഞ്ഞിട്ടുണ്ട് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഒരു ഹെയറിന് ഹെൽത്തി ആയിട്ടുള്ള ഹെയറിന് വേണ്ടിയിട്ടൊക്കെ. നരസിംഹ രസായനം, അത് ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു രസായനമാണ് നരസിംഹ രസായനം. പിന്നെ നീലിബൃങ്ങാതി കോക്കനട്ട് ഓയിൽ, നീലിബൃങ്ങാതി ഒക്കെ എല്ലാവർക്കും പരിചയമുള്ളതാണ്. മലത്യാദി തൈലം, കന്നുണ്യാദി കോക്കനട്ട് ഓയിൽ, ചെമ്പരത്യാദി കോക്കനട്ട് ഓയിൽ. ഇപ്പൊ മലത്യാദി, കന്നുണ്യാദി, ചെമ്പരത്യാദി എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളതല്ല. ഓരോരോ കണ്ടീഷൻസിൽ, ഓരോരോ ഹെയർ കണ്ടീഷൻസിൽ പറയുന്നതാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ആർക്കാണ് നരസിംഹ രസായനം ഉള്ളിലേക്ക് കഴിക്കേണ്ടത്, ആർക്കാണ് മലത്യാദി കൊടുക്കേണ്ടത്, അതൊക്കെ ഒരു ഡോക്ടർക്കാണ് നന്നായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഹെയർ ലോസ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഒരു ഫിസിഷ്യനെ കണ്ടിട്ട്, ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് നമുക്ക് യോജിക്കുന്ന മെഡിസിൻ ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം. ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ് മെഡിസിൻസ് കൊടുത്തിരുന്നത്. പിന്നെ കുറച്ച് തെറാപ്പീസ് പറയുന്നുണ്ട് ആയുർവേദത്തില്. അതായത് ശിരോ അഭ്യംഗം. ശിരോ അഭ്യംഗം എന്ന് പറയുമ്പോൾ ഹെഡ് മസാജ് തന്നെയാണ് ഓയിൽ വെച്ചിട്ടുള്ളത്. ശിരോ ലേപം എന്ന് പറയുമ്പോൾ ഹെർബൽ ആയിട്ടുള്ള പേസ്റ്റിന്റെ അപ്ലിക്കേഷൻ ആണ്. ശിരോ പിജു എന്ന് പറയുന്നത് ഓയിൽ ആയിട്ടുള്ള പാഡുകൾ യൂസ് ചെയ്യാം നമ്മളുടെ നെറുകയില്. അതുപോലെ ശിരോധാര, അത് ഓയിൽ വെച്ചിട്ടും അല്ലെങ്കിൽ കഷായം വെച്ചിട്ടൊക്കെ ശിരോധാരകൾ ചെയ്യും. സ്കാൽപ് സോറിയാസിസ് അല്ലെങ്കിൽ ഡാൻഡ്രഫ് പോലെയുള്ള കണ്ടീഷൻസിൽ ശിരോധാരകളൊക്കെ ഒരുപാട് റിസൾട്ട് തരുന്നതാണ്. ശിരോവസ്തി എന്ന് പറയുന്നത് പ്രിട്ടൻഷൻ, ഒരു ഓയില് നമ്മളുടെ തലയിൽ കെട്ടി നിർത്തുന്നതിനെയാണ് ശിരോവസ്തി എന്ന് പറയുന്നത്. ഇത് ഹെയറിന്റെ ട്രീറ്റ്മെന്റിലും, ഇത് ഹെയറിനുള്ള ട്രീറ്റ്മെന്റുകൾ മാത്രമല്ല, നമ്മളുടെ ഫുൾ ബോഡി ട്രീറ്റ്മെന്റുകളായിട്ടും ഈ ട്രീറ്റ്മെന്റുകളെ പറയുന്നുണ്ട്. അത് ഹെയറിന് റിസൾട്ട് ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഹെയറിനും കൂടി റിസൾട്ട് കിട്ടുന്ന ഹെൽത്തി ഹെയർ ആയിട്ട് കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പൊ ശിരോ അഭ്യംഗം, ഞാൻ അതിന് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തുന്നല്ലോ. ശിരോ ലേപം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇതിലാണ് വരിക. ശിരോ പിജു എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പിജു പോലെ വെക്കുന്നത്. ശിരോധാരം ഇവിടെ വരും. ശിരോ വസ്തി, അതിന് പല ടൈപ്പ് ഓഫ് മെഡിസിൻസ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ജനറലി ഇപ്പൊ ഇത്രയും പറഞ്ഞതിനെ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്താൽ ഒരു 5 സ്റ്റെപ്പില് നമ്മുടെ ഹെയർ റൂട്ടീൻ പറയാം. ഒന്ന് ഷാംപൂ അക്കോർഡിംഗ് ടു യുവർ ഹെയർ ടെക്സ്ചർ. നമ്മൾ ഷാംപൂ ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ ആളുകൾ. അപ്പൊ നമ്മളുടെ ഹെയർ ടെക്സ്ചർ എങ്ങനെയാണോ അതിനനുസരിച്ച് ഒരു ഷാംപൂ നമ്മൾ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഷാംപൂ അല്ലെങ്കിൽ അതിനുള്ള ഹെർബൽ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും റെമഡീസ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഒരു നല്ല റൂട്ട് കണ്ടീഷണർ യൂസ് ചെയ്യാം. അത് ആയുർവേദിക് ഹെർബൽ ആയിട്ടുള്ള കണ്ടീഷണേഴ്സ് ഉണ്ട്, അല്ല കെമിക്കൽ കണ്ടീഷണേഴ്സ് ഉണ്ട്. ഏതാണോ നമുക്ക് സ്യൂട്ടബിൾ ആവുന്നത് നമ്മൾ അത് നോക്കുക. അപ്പോഴേ ഒരു മാസ്ക് നമുക്ക് യൂസ് ചെയ്യാം. ഹെയർ ആയിട്ടുള്ള മാസ്ക്, ഹെയറിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന മാസ്കുകൾ യൂസ് ചെയ്യാം. സ്ട്രെങ്ത് വിത്ത് ഓയിലുമായിട്ട് നമ്മൾ മുടിയെ സ്ട്രെങ്തൻ കൊടുക്കുക. ഈറ്റ് ഹെൽത്തി ആൻഡ് സ്റ്റേ ഹെൽത്തി. ഇതാണ് നമുക്കൊരു 5 സ്റ്റെപ്സ് ഫോർ ഹെയർ റൂട്ടിങ് നമുക്ക് പറയുകയാണെങ്കിൽ ചെയ്യാവുന്നത്. ഇനി നമുക്ക് അടുത്തത് സ്കിൻ കെയറിലേക്കാണ് പോകുന്നത്. സ്കിൻ കെയറിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് സ്കിൻ എന്ന് അറിയണം. നമ്മളുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഓർഗൻ ആണ് സ്കിൻ എന്ന് പറയുന്നത്. നമ്മുടെ ത്വക്ക് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ ഇമ്മ്യൂൺ പ്രൊട്ടക്ടർ ആണെന്ന് പറയാം. നമ്മളുടെ എന്താ പറയാ, എൻവയോൺമെന്റുമായിട്ട്, നമ്മുടെ പരിതസ്ഥിതിയുമായിട്ട് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത് നിൽക്കുന്നതാണ് നമ്മുടെ സ്കിൻ. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ ഇമ്മ്യൂൺ പ്രൊട്ടക്ടർ. അതുപോലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ സെൻസറി ഓർഗൻ കൂടിയാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. നമ്മളുടെ ടച്ചിനൊക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഹൗസ് ഓഫ് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ ഹൗസ് ആണ് നമ്മുടെ ത്വക്കിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത്
3.5 to 10 kg വരെയാണ് ഒരു ആവറേജ് ആയിട്ടുള്ള വെയിറ്റ് ഒക്കെ എടുത്ത് വെച്ചാൽ എത്രയാണ് ഉണ്ടാവുക. 1.5 to 2 സ്ക്വയർ മീറ്റേഴ്സ് നമ്മുടെ സ്കിൻ മൊത്തത്തില് കവർ ചെയ്യുന്നുണ്ട്. ഇതാണ് സ്ട്രക്ചർ ഓഫ് സ്കിൻ എന്ന് പറയുന്നത്. ഒരു ഡെർമിസ് പോർഷൻ, എപ്പിഡെർമിസ്, ഡെർമിസ്, ഒരു സബ്ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ടിഷ്യൂ, പിന്നെ മസിൽസ്, അങ്ങനെയാണ് സ്കിന്നിന്റെ ആ ഒരു ലെയർ വരുന്നത്. ടൈപ്സ് ഓഫ് സ്കിൻ. ടൈപ്സ് ഓഫ് സ്കിന്ന് കോമൺലി ഒരു 5 ടൈപ്പ് പറയുന്നുണ്ട്. ഒന്ന് നോർമൽ സ്കിൻ, ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ. നോർമൽ സ്കിൻ എന്ന് പറയുമ്പോൾ അധികം ഓയിലി അല്ല, ഡ്രൈയും അല്ലാത്ത ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് ആണ് നോർമൽ സ്കിൻ എന്ന് പറയുന്നത്. ഓയിലി എന്ന് പറയുമ്പോൾ ഭയങ്കര ഓയിൽ സെബേഷ്യസ് ആയിട്ട് സെസ്റ്റും ഗ്ലാൻസും ഒക്കെ കൂടുതലായിരിക്കും, എക്നീസ് കൂടുതലായിരിക്കും, പിമ്പിൾസ് ഒക്കെ ഇത്തരം ആളുകളിൽ കൂടുതലായിരിക്കും. അത് ഓയിലി സ്കിൻ. ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും നമ്മുടെ സ്കിന്ന്, ഭയങ്കര റഫ് ആൻഡ് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതാണ്. സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞാല് നമ്മള് ചില ആളുകളുടെ മുഖത്തൊക്കെ ഒന്ന് ജസ്റ്റ് അമർത്തുമ്പോഴത്തേക്കും അവിടെയൊക്കെ ഒന്ന് കളർ വ്യത്യാസം വരിക, അല്ലെങ്കിൽ ഒന്ന് തിണർത്ത് വരിക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളവരുടെ സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും. അവരൊക്കെ മുഖത്ത് പല സാധനങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ ചില ഏരിയാസ്, ഇപ്പൊ മൂക്കിന്റെ ഒരു ഏരിയയിൽ ഓയിലി ആയിട്ടുള്ള സ്കിൻ ആവാം, ഈ കവിളുകളിൽ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആവാം, നെറ്റിയിൽ ചിലപ്പോൾ നോർമൽ സ്കിൻ ആവാം. അങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് ഇതിന്റെയൊക്കെ കോമ്പിനേഷൻസ്, ഒരു മുഖത്ത് തന്നെ പല പല സ്കിന്ന് വരുന്നതിന് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയും. ഒരു സ്കിന്നിന്റെ സൈക്കിൾ എന്ന് പറയുന്നത് ടീനേജേഴ്സിലാണെങ്കിൽ ഒരു അറൌണ്ട് 28 ഡേയ്സിനുള്ളിൽ ഫസ്റ്റ് ലെയർ ഓഫ് സ്കിന്ന് കഴിഞ്ഞ് അടുത്തൊരു ലെയർ പുതിയ ഒരു സെൽസ് വരും. അഡൾട്ട്സിലാണെങ്കിൽ അത് 28, ഒരു 28 മുതൽ 40 ദിവസം വരെ എടുക്കുന്ന പ്രോസസ്സാണ്. നമ്മള് അവിടെ മെസ് എന്ന് പറഞ്ഞതുപോലെ സ്കിൻ കെയറിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ദാറ്റ് ഇസ് ഡാസ് എന്ന് പറയാം. അതായത് ഡയറ്റ്, അവോയ്ഡ് ഹാർംഫുൾ ആയിട്ടുള്ള ഹാബിറ്റ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്, സ്ലീപ്പ്, സ്ട്രെസ് മാനേജ്മെന്റ്. ഈ ഡയറ്റും സ്ലീപ്പും സ്ട്രെസ് മാനേജ്മെന്റും അവോയ്ഡ് ഹാർംഫുൾ ഹാബിറ്റ്സ് ഒക്കെ ഹെയർ കെയറിലും ആവശ്യമുള്ളത് തന്നെയാണ്. അപ്പൊ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹെയർ കെയറിൽ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് യൂസ് ചെയ്യുക. ഇവിടെ കൂടുതലും നമുക്ക് ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ സീസണൽ ആയിട്ടുള്ള ഫുഡ് യൂസ് ചെയ്യുക, ലോക്കൽ ആയിട്ടുള്ള ഫുഡ് യൂസ് ചെയ്യുക. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നു പ്രകൃതിയെ കുറിച്ചിട്ട്. അതായത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഒരു ഫിംഗർ പ്രിന്റ് പോലെ നമുക്ക് ഒരു പ്രകൃതി ഉണ്ട്. ആ പ്രകൃതിക്ക് അനുസരിച്ച് ഓരോ പ്രകൃതിക്കും ഇന്ന ടൈപ്പ് ഓഫ് ഫുഡ് ആണ് നമുക്ക് ബെറ്റർ, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് ഫുഡ് നമ്മൾ കഴിക്കാൻ പാടില്ല, അങ്ങനെ കഴിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, പിത്തപ്രകൃതിയുള്ള ഒരാളാണെങ്കിൽ ഭയങ്കര ഉഷ്ണമായിട്ടുള്ള തീക്ഷ്ണമായിട്ടൊക്കെയുള്ള ഫുഡ് കഴിച്ചാല് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അവർക്ക്. അവർ കുറച്ചും കൂടി കൂളിംഗ് ആയിട്ടുള്ള, കുറച്ചും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തണുപ്പൊക്കെ കിട്ടുന്ന ടൈപ്പ് ഓഫ് ഫുഡുകളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഇപ്പൊ കുക്കുംബർ, വാട്ടർമെലൺ ഒക്കെ അവര് കൂടുതൽ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. അങ്ങനെ നമുക്ക് ഓരോ പ്രകൃതിക്ക് അനുസരിച്ച് അങ്ങനെ പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സീസണൽ ആയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടില് നല്ല ചൂടാണ് അല്ലെ. ഈ ചൂട് സമയത്ത്, ഉച്ച സമയത്ത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ബിരിയാണി കഴിച്ചാല് അത് കഴിച്ചാൽ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ചൂടെടുക്കും. ബിരിയാണി അങ്ങനെ കഴിച്ചാലും നമുക്ക് തന്നെ ചൂടെടുക്കും. അത് നമുക്ക് ചൂടുണ്ടാക്കുന്ന, ഉള്ളിൽ കഴിച്ചാലും ചൂടുണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ഫുഡാണ്. അപ്പൊ സീസണൽ നോക്കിയിട്ടും വേണം നമ്മൾ ഫുഡുകൾ കഴിക്കാനായിട്ട്. അപ്പൊ പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് കൂടുതൽ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ ഉൾപ്പെടുത്തുക. കുറച്ചുകൂടി തണുത്ത കഴിച്ചാൽ നമുക്ക് തണുപ്പ് തോന്നുന്ന ടൈപ്പ് ഓഫ് ഫുഡുകൾ ഉൾപ്പെടുത്തുക. ഭയങ്കര ഹെവി ആയിട്ടുള്ള, ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാം, പരമാവധി അവോയ്ഡ് ചെയ്യാം. അതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതൊക്കെ നമ്മളുടെ സ്കിന്നില് പ്രതിഫലിപ്പിക്കുന്നതാണ്. നമ്മളുടെ ഫുഡ്, നമ്മൾ എടുക്കുന്ന ഫുഡും നമ്മുടെ ഡയറ്റ്, നമ്മൾ എടുക്കുന്ന വാട്ടറിന്റെ കണ്ടന്റ് ഒക്കെ. അപ്പൊ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ്, നമ്മള് നേരത്തെ പറഞ്ഞ പോലെ നെല്ലിക്ക, അതുപോലെ മഞ്ഞള്, അതുപോലെ ഇലക്കറികളൊക്കെ ഒരുപാട് ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അപ്പൊ അത് നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. ഹെർബൽ ടീസ് യൂസ് ചെയ്യാം. ഹെർബൽ ടീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഹെർബൽ ടീസ്. ശംഖുപുഷ്പം, നമ്മുടെ വീട്ടിലെ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ ശംഖുപുഷ്പം വെച്ചിട്ട്, അല്ലെങ്കിൽ തുളസി ഇല ഉണ്ടെങ്കിൽ തുളസി ഇല ഇട്ടിട്ട് ചായ തിളപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് ചെമ്പരത്തിയുടെ ഇല വെച്ചിട്ട്, അതൊക്കെ ഒരുപാട് ആന്റി ഓക്സിഡന്റ്സ് തരുന്നതാണ്. അത് നമുക്ക് യൂസ് ചെയ്യാം.
2 to 3 liters ഓഫ് വാട്ടർ ആണ് നമുക്ക് എടുക്കാനായിട്ട് പറയുന്നത് ഒരു ദിവസം. 2 to 3 liters എന്ന് പറയുന്നത് മൊത്തം നമ്മൾ എടുക്കുന്ന വെള്ളമാണ്. ഇപ്പൊ ചായ കുടിച്ചാൽ അത് വെള്ളത്തിന്റെ ആ കണക്കിൽ ഉൾപ്പെടും. നമ്മൾ കഞ്ഞിയാണ് രാവിലെ കഴിക്കുന്നതെന്ന് വെച്ചാൽ കഞ്ഞിയിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും, അത് ഉൾപ്പെടും. അങ്ങനെ എല്ലാം കൂടി 2 to 3 liters വാട്ടർ നമുക്ക് എടുക്കാം. ഹെർബൽ ടീസ് ആയിട്ടും ഒക്കെ നമുക്ക് എടുക്കാം. അതൊക്കെ നമ്മളുടെ സ്കിന്നിനെ ഡീടോക്സ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഉറക്കം എന്ന് പറയുന്നത് ഒരു 7 to 8 hours ആണ് ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുക എന്നുള്ളത്. അത് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ച് വ്യത്യാസമായിരിക്കും. നമുക്കിപ്പോ അറിയാലോ, ഓരോരുത്തർക്ക് അനുസരിച്ച് നമുക്ക് എത്രയാണോ ഉറങ്ങിയാലാണ് നമുക്കൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ ഉറക്കത്തെ നമ്മൾ ക്രമീകരിക്കുക. ചില ആളുകൾക്ക് ഒരു 5 മണിക്കൂർ ഉറങ്ങി എണീറ്റാൽ തന്നെ നല്ല ഫ്രഷ്നെസ് ആയിരിക്കും തോന്നുക. അവർക്ക് 8 മണിക്കൂർ ചിലപ്പോൾ കിടന്നുറങ്ങിയ കൂടുതൽ ക്ഷീണം തോന്നുന്ന പോലെയൊക്കെ ഉണ്ടാവും. അത് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മളുടെ എന്താണോ നമ്മളുടെ ബോഡിക്കുള്ള കാര്യം നമുക്ക് അറിയുന്നതിനനുസരിച്ച് നമ്മൾ അത് പ്രയോറിറ്റൈസ് ചെയ്യുക സ്ലീപ്പ്. അതുപോലെ ഉറക്കത്തിന്റെ കാര്യം പറയുമ്പോഴാണ് ഇപ്പം നമ്മളെല്ലാവരും ഞാനടക്കം എല്ലാവരും ബെഡിലാണ് നമ്മൾ മൊബൈൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് രാത്രി കിടക്കാൻ മുമ്പ് ലൈറ്റ് ഓഫ് ചെയ്ത് മൊബൈൽ നോക്കുന്നവരാണ് കൂടുതൽ ആൾക്കാർ. അപ്പൊ അതിൽ നിന്ന് ആ ഒരു ലൈറ്റ് നമ്മളുടെ സ്കിന്നിനെ വല്ലാതെ അത് ദോഷകരമായിട്ട് ബാധിക്കും. അപ്പൊ അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാന്ന് ഉള്ളത് നമ്മുടെ സ്കിൻ കെയറിൽ വരുന്ന ഒരു കാര്യമാണ്. സ്ട്രെസ് മാനേജ്മെന്റ്, ഞാൻ പറഞ്ഞ പോലെ സ്ട്രെസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അതിനെ മാനേജ് ചെയ്യുക മാത്രമേ മാർഗമുള്ളൂ. അതിന് ഏറ്റവും നല്ലതാണ് യോഗ, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ പ്രാണായാമങ്ങളൊക്കെ. ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ എല്ലാ ആയുർവേദ ഹോസ്പിറ്റലുകളിലും, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലായിക്കോട്ടെ, യോഗയുടെയും ഒക്കെ യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമ തുടങ്ങിയുള്ളതിന്റെ ഒക്കെ പ്രാക്ടീസുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഡിസീസ് വൈസും അല്ലാതെയും ഒക്കെ അതിന് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. അത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് നമ്മൾ എടുക്കാം. അതൊക്കെ നമ്മളുടെ ഏജിങ്ങിനെയൊക്കെ തടയാനായിട്ട്, സ്കിന്നിലെ ഇഷ്യൂസ് കുറയ്ക്കാൻ, ഏജിങ്ങിനെയൊക്കെ തടയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് കുറച്ച് സ്കിൻ ഇഷ്യൂസ് ആയിട്ട് പിമ്പിൾസ് വരുന്നത്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഓയിലി സ്കിൻ, എക്നെ തന്നെ കുറച്ചും കൂടി എന്താ പറയാ ഹീറ്റ് ഒക്കെ മൂലം ഉണ്ടാവുന്ന എക്നെ മെക്കാനിക്ക എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഫംഗൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുന്ന പിമ്പിൾസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതും നമ്മള് ഹോം റെമഡീസോ അല്ലെങ്കിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന റെമഡീസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സ്കിന്നില് ഈ പിമ്പിള് പോലെയുള്ള അല്ലാതെ കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള എക്സിമ, ഡെർമറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ്, പെരിയോറൽ ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്ന സോറിയാസിസ് പോലെയുള്ള കണ്ടീഷൻസിന് തീർച്ചയായും ഒരു ഡോക്ടറിനെ കൺസൾട്ടേഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട്. പിന്നെ ഫേഷ്യൽ സ്കിൻ കെയർ റുട്ടീനിൽ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതിൽ ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മുഖാഭ്യംഗമാണ്. മുഖത്ത് നമ്മൾ അഭ്യംഗം ചെയ്യാന്നുള്ളത്. പിന്നെ മുഖലേപങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത്. മുഖാഭ്യംഗത്തിന് ക്ലെൻസിങ് ആൻഡ് മോയ്സ്ചറൈസിങ്, അതിന് ഒരുപാട് ഓയിലുകൾ അവൈലബിൾ ആണ്. ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാൽപ്പാമരാതി, ഏലാതി എന്നൊക്കെ പറഞ്ഞ്, കുങ്കുമാതി ഒക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ഓയിലുകൾ ഉണ്ട്. നമ്മുടെ സ്കിന്നിന് ഏതാണോ നല്ലത് അത് നമ്മളൊരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് നമ്മളുടെ അപ്പോഴത്തെ സ്കിന്നിന്റെ കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യുക. മുഖലേപങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പറയുന്നുണ്ട്. ഇപ്പൊ മുഖാഭ്യംഗം ആണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസ് കൂട്ടാനും ഡീടോക്സിഫൈ ചെയ്യാനും നമ്മളുടെ സ്കിന്നിനെ കുറച്ചും കൂടി നറിഷ് ആക്കി വെക്കാനും നമുക്ക് നാച്ചുറൽ ഉള്ള ഗ്ലോ എന്താണോ അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മുഖാഭ്യംഗം. പമരാതി, ഏലാതി പോലെയുള്ള ഓയിലുകളൊക്കെ അതിന് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് കുങ്കുമാതി ഓയിൽ എന്ന് പറയുന്നത്. അല്ലെ, നമുക്കറിയാം കുങ്കുമപ്പൂവ് വെച്ച്, കുങ്കുമപ്പൂവിന്റെ കേസരം വെച്ചിട്ടാണ് കുങ്കുമാതി 3 to 4 drops ആണ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. അത് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉള്ളവരാണെങ്കിൽ ഓവർനൈറ്റ് രാത്രി കിടക്കാൻ പോകുമ്പോൾ പെരട്ടി ഓവർനൈറ്റ് അത് അങ്ങനെ തന്നെ വെക്കാം. അല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒരു 10 to 15 minutes കഴിയുമ്പോഴത്തേക്കും, പെരട്ടി കഴിയുമ്പോഴത്തേക്കും അത് അബ്സോർബ് ആയിട്ടുണ്ടാവും. അപ്പൊ കുങ്കുമാതി നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മുഖലേപങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് രക്തചന്ദനം ഒക്കെ യൂസ് ചെയ്യാം. രക്തചന്ദനത്തിന്റെ ഇത്, അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ലേപമായിട്ട് യൂസ് ചെയ്യും. അത് നമുക്ക് ഡീപ് ക്ലൻസിങ് കൊടുക്കാനും നമ്മുടെ പിഗ്മെന്റേഷൻസ്, ബ്ലെമിഷസ് അല്ലെങ്കിൽ ഡീ ടാൻ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനും നമ്മളുടെ സ്വന്തമായിട്ടുള്ള കോംപ്ലക്ഷൻ എന്താണോ, കളർ എന്താണോ അതിനെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് കാണിക്കാനും കുറച്ചുകൂടി ഗ്ലോ ആക്കാനുമായിട്ട് ഹെൽപ്പ് ചെയ്യും.
അതിനൊന്ന് രക്തചന്ദന ചൂർണ്ണമാണ് ഒരു എക്സാമ്പിൾ പറയാവുന്നത്. സ്കിൻ കെയറിൽ നമ്മള് മുഖത്തിന്റെ കാര്യം മാത്രമാണ് നമ്മൾ എപ്പോഴും പറയാറ്. പക്ഷെ മുഖം പോലെ തന്നെ നമ്മൾ കെയർ കൊടുക്കേണ്ട ഒന്നാണ് നമ്മളുടെ ഫുഡ്, അതായത് കാൽപാദങ്ങളും. നമുക്കറിയാം ഒരുപാട് നമ്മുടെ വിണ്ട് കയറിയിട്ട് വിണ്ട് കയറിയിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടാവും. മെയിൻ ആയിട്ടുള്ള അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മോയ്സ്ചർ ഇല്ലാത്ത തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക നമ്മുടെ മുഖത്താണ്. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടാവും, സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടാവും, അതൊക്കെ നമ്മൾ മുഖത്ത് യൂസ് ചെയ്യും. പക്ഷെ കാലിന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അപ്പൊ കാലിനും അതുപോലെയുള്ള മോയ്സ്ചറൈസറും കാര്യങ്ങളും ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ മോയ്സ്ചറൈസർ കുറയുന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള വിണ്ടുകീറലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ എക്സസീവ് പ്രഷർ അതിനൊരു റീസൺ ആണ്. വെയിറ്റ് ഒക്കെ കൂടുമ്പോൾ കൂടുതൽ പ്രഷർ വന്നിട്ട് അതൊരു റീസൺ ആവാറുണ്ട്. പ്രോപ്പർ ആയിട്ട് ഫുഡ് കെയർ ചെയ്യാതിരിക്കും. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മോയ്സ്ചറൈസ് ചെയ്യാന്നുള്ള തന്നെയാണ്. ഡെയിലി മോയ്സ്ചറൈസ് ചെയ്യുക. അതുപോലെ തന്നെ ബെയർഫുട്ട് ആയിട്ട് ചെരുപ്പില്ലാതെ നടക്കുന്നത് പരമാവധി ഒഴിവാക്കുക. റഫ് ആയിട്ടുള്ള സർഫസിലൊക്കെ നടക്കുമ്പോൾ പരമാവധി ചെരുപ്പ് യൂസ് ചെയ്തിട്ട് നടക്കുക. അതുപോലെ തന്നെ ഫുഡ് കെയർ, പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് കെയർ, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഫുഡ് കെയർസ് ചെയ്യാം. അതിനുള്ള ഓയിൽമെന്റ്സ് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ബോഡി കെയറിലേക്ക് നമുക്ക് സ്കിൻ എന്ന് പറയുമ്പോൾ ഫേസ് മാത്രമല്ല, നമ്മളുടെ ഫുൾ ബോഡി ഉണ്ട്. ഫുൾ ബോഡീനെ നമുക്കൊരു സ്കിന്നിന് കെയർ കൊടുക്കണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള നല്ലൊരു മെത്തഡാണ് അഭ്യംഗം. അതായത് എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത് തന്നെ. അഭ്യംഗമൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം, നമ്മളുടെ പൂർവികര്, നമ്മളുടെ തലമുറയില് മീൻസ് അപ്പൂപ്പന്മാരൊക്കെ അഭ്യംഗമൊക്കെ ചെയ്യുന്ന എണ്ണ തേച്ച് കുളി അവർക്ക് നിർബന്ധമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മളുടെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം നമ്മള് എണ്ണയൊക്കെ തേക്കുന്ന എന്താ പറയാ സമയം തന്നെ നമുക്ക് ഇല്ല. അപ്പൊ അഭ്യംഗമൊക്കെ നമ്മളുടെ ഡെയിലി റുട്ടീനിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നമ്മളുടെ സ്കിന്നിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പ്രോപ്പർ ആയിട്ടുള്ള ക്ലെൻസിങ്ങിനും അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ അഭ്യംഗത്തിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറെ തൈലങ്ങളുണ്ട്. ഇതുപോലെ തന്നെ നൽപ്പമരാതി തൈലം, അതുപോലെ തന്നെ ഏലാതി തൈലൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ അഭ്യംഗത്തിന് കുറച്ചും കൂടി നല്ലതാണ് ഒരു കൺസൾട്ടന്റിന്റെ, ഒരു ആയുർവേദ ഫിസിഷ്യന്റെ എടുത്ത് പോയിട്ട് നമ്മുടെ കണ്ടീഷൻസ് പറയാം. സ്കിന്നിന് മാത്രമല്ല, ബോഡി കണ്ടീഷൻസ്, നമ്മുടെ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള അഭ്യംഗത്തിനുള്ള ഓയിലുകൾ സജസ്റ്റ് ചെയ്യും. ഇപ്പൊ ധന്വന്തര ആയിക്കോട്ടെ, കൊട്ടൻചുക്കാതി ആയിക്കോട്ടെ, കർപ്പൂരാതി ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് അഭ്യംഗത്തിനും ഒക്കെ നമുക്ക് മഹാമാഷ തൈലം, നാരായണ തൈലം നമുക്ക് തുടങ്ങി ഒരുപാട് തൈലങ്ങളും കോക്കനട്ട് ഓയിലുകളും ഒക്കെ അവൈലബിൾ ആണ് ആയുർവേദത്തില്. അത് പക്ഷെ ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ ആവുകയെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതൊക്കെ സെലക്ട് ചെയ്യാനായിട്ട്. ഇതോടുകൂടി എന്റെ സ്കിൻ കെയറും ഹെയർ കെയർ പോലെയുള്ള നമ്മളുടെ ഇത്രയും ഒരു PPT അവസാനിക്കുകയാണ്. അപ്പോ താങ്ക് യു ഓൾ, ഇത്രയും നേരം ക്ഷമയോട് കൂടി കേട്ടിരുന്നതിന്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എനിക്കറിയുന്നതാണെങ്കിൽ ഞാനിപ്പോ പറയാം, ഇല്ലെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ അറിയിക്കാം. താങ്ക് യു ഡോക്ടർ അനുജോയ്. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കൂടി നമ്മൾ കടന്നുപോയി. പിന്നെ ഇതിലെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. ഹെയർ കെയർ, അതുപോലെ സ്കിൻ കെയർ, നിങ്ങളുടെ അനുഭവങ്ങളും ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്ക് അനുസരിച്ചാണ് നമ്മുടെ മുടിയും സ്കിന്നും ഒക്കെ, അതിന്റെ ആരോഗ്യവും അതുപോലെ അതിന് ഉപയോഗിക്കേണ്ടുന്ന മരുന്നുകളും എണ്ണകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു. അതുപോലെ മെന്റൽ സ്ട്രെസ്സും നമ്മുടെ ഹെയർ ലോസിനും സ്കിന്നിന്റെ ആരോഗ്യത്തിനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളത്, അതുപോലെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അത് എത്രത്തോളം നമ്മുടെ ഓരോരുത്തരിലും പ്രാവർത്തികമാക്കാൻ പറ്റും, അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഏതൊക്കെ രീതിയിൽ യോജിച്ചതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ ഷെയർ ചെയ്തു. കെമിക്കൽസിന്റെ ഉപയോഗം, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാൻ ചോദിക്കാം.
ഇല്ലാതെ തോന്നുന്നു അല്ലേ ഡോക്ടറെ? ഡോക്ടർ നമ്പർ ഒന്ന് ഷെയർ ചെയ്തോളൂ എന്നാ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ഡോക്ടറെ വിളിച്ച് ചോദിക്കാം കേട്ടോ. ഡോക്ടർ നമ്പർ ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം, മതിയോ? ഓക്കെ, മതി മതി. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിലും ടൈപ്പ് ചെയ്തോളൂ, വായിക്കാം. തുടങ്ങി ഡോക്ടറെ. ഡോക്ടറുടെ നമ്പർ എന്റെ നമ്പർ ഞാൻ ചാറ്റ് ബോക്സിൽ 9562634714. 9562634714. ഡോക്ടറെ, എല്ലാവരും ലീവ് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് ഡോക്ടറെ വളരെ സന്തോഷം. ഞങ്ങളുടെ വനിതാ കമ്മിറ്റിയുടെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. അതുപോലെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും സ്നേഹം. ഇനിയുള്ള സെഷനുകളിലും ജോയിൻ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഡോക്ടറെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു, ബൈ. ഉണ്ട്. അതെ.